and welcome to Superstar Junior, powered by Nirapara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. അങ്ങനെ ഒരു 7 മാസത്തിന്റെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പോരാട്ട ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയേഴ്സ് ആൻഡ് നമ്മുടെ സെമി ഫൈനലിലും എത്തി നിൽക്കുകയാണ്. സെമി ഫൈനലിന്റെ ലാസ്റ്റ് എപ്പിസോഡ്, ദ വെരി ലാസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. അതെ, സോ എന്താ പറയാ ഒരു കലാശക്കൊട്ടനൊക്കെ പറഞ്ഞ പോലെ ദ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുമ്പുള്ള ഫൈനൽ സെമി ഫൈനൽ എപ്പിസോഡ്, ഫൈനൽ ചാൻസ്. അതെ, അപ്പൊ റെഡി അല്ലേ? ഓക്കെ, സോ നമുക്ക് നമ്മുടെ ലവ്ലി ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടാ, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര പുലികൾ. സോ വിജയ് ചേട്ടാ, സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടാ, നമ്മുടെ സെമി ഫൈനലിലെ ലാസ്റ്റ് എപ്പിസോഡാണ് ഇത്. ആണല്ലോ. സോ ഈ ഒരു എന്താ പറയാ 7 months ജേർണിയുടെ എന്താ പറയാ ഒരു പ്രീ ക്ലൈമാക്സ് എത്തിയിരിക്കുകയാണ്. എക്സാക്ട്ലി. സോ വാട്ട് ഡു യു ഹാവ് ടു ടെൽ ഓൺ ദാറ്റ് നോട്ട്? എന്താ പറയാ, ഐ തിങ്ക് വി ഹാഡ് എ ഗ്രേറ്റ് റൈഡ് ആൻഡ് ലോട്ട് ഓഫ് ഫൺ, ലോട്ട് ഓഫ് ഗ്രേറ്റ് മൊമെന്റ്സ്, ലോട്ട് ഓഫ് വണ്ടർഫുൾ മ്യൂസിക്കൽ മൊമെന്റ്സ് ആൻഡ് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്കും കുറേ അവരുടെ എന്താണ് വണ്ടർഫുൾ പ്ലേയിങ്, വണ്ടർഫുൾ പെർഫോമൻസസ് കാണാൻ, അവരുടെ കൂടെ പെർഫോം ചെയ്യാൻ ഒക്കെ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബിൻ എ പ്ലഷർ. അല്ലാണ്ട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യും, പക്ഷേ ഇവിടെ ഈ വേദി ഒരു വേറൊരു ഫീലിംഗ് ആണ്. സോ ടു ബി പാർട്ട് ഓഫ് ദിസ് സൂപ്പർ സ്റ്റാർ ഫാമിലി, സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫാമിലി ഇസ് ഓൾവേസ് ബിൻ വണ്ടർഫുൾ. ഓക്കെ, ആൻഡ് മാക്സിമം ഐ തിങ്ക് എൻ്റെ സൈഡിൽ നിന്ന് ഐ ജസ്റ്റ് try to have a good time here, with the kids, എല്ലാവരുടെയും കൂടെ, സുജി, സ്റ്റീഫൻ, entire crew, നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ കൂടെയുള്ള crew, assistants എല്ലാവരും. So, I've always just tried to have a good time and I've had a wonderful time for the last 8 months. So, thank you to Amrita TV for giving me this opportunity to share these several months with ഇവരുടെ കൂടെ, ഈ പിള്ളേരുടെ കൂടെ. ഇവരുടെ പാട്ട് കേട്ട് ഞാനും കുറച്ച് വളർന്നു. ഞാൻ ആദ്യം സെലക്ഷൻ തൊട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓരോ കുട്ടികളെ അപ്പം തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാം ഈ കുട്ടികളുടെ കപ്പാസിറ്റി എത്രയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചില കുട്ടികൾക്ക് ഒരുപാട് എന്താ പറയണേ ബാക്ക് നിന്ന് നല്ല പുഷ് കൊടുത്താലേ ഇനിയും നന്നാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പതുക്കെ അവരറിയാതെ പുഷ് ചെയ്തവരെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കുറേ പേര് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തവരുണ്ട്. ചിലരൊക്കെ വന്നപ്പോൾ തന്നെ ഹൈലി ടാലൻറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഇനിയും ആവശ്യമില്ല, അവരെ ജസ്റ്റ് ദേവ ഈ യൂസിങ് ദിസ് സ്റ്റേജ് അവരുടെ പാട്ടുകൾ പാടാനും അങ്ങനെയുള്ള സിംഗേഴ്സ് ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഡെഫിനറ്റ് ആണ്. അവർ ഈ ഇത്രയും നല്ല മ്യൂസിഷ്യൻസിൻ്റെ കൂടെ പ്രാക്ടീസും 4 ദിവസം പ്രാക്ടീസും ഇതൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എവറി എക്സ്പീരിയൻസ് ഇസ് എൻ എഡ്യൂക്കേഷൻ അല്ല, എല്ലാ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫൈനൽ ചെയ്ത് ഏറ്റവും വലിയ നമ്മുടെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് പാട്ടല്ലാതെ എന്തൊക്കെ അനുഭവങ്ങൾ കിട്ടി, എങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്യണം സാധനങ്ങൾ, മറ്റുള്ളവർ പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ എങ്ങനെയാലും ഒരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടാവും, പക്ഷേ അത് അധികം ആവാതെ നമ്മുടെ പാട്ടിനെ എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ പാടണം, ഇതൊക്കെ കുറച്ച് പഠിച്ചാണ് അവർ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിലൊക്കെ. തീർച്ചയായിട്ടും ഞാൻ വന്നത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പം ആദ്യം ഞാൻ കുറച്ച് നാളായി ഈ ഇതിന്ന് അധികം പോയിരുന്നില്ല, മേ ബി ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ വിളിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഇത്, പിന്നെ എൻ്റെ സെക്കൻഡ് ഇവർ രണ്ടുപേരുമാണ്. അതെ, ഇവർ രണ്ടുപേരാണ് കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് തീർച്ചയായിട്ടും ഞാൻ വരും ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ്. ഇത്രയും ഭ്രാന്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയായി. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഭ്രാന്തന്മാരുടെ കൂടെ
How was your journey? പ്രാന്തന്മാരെ കൂടെ യെസ് സ്റ്റീഫൻ ചേട്ടൻ. അത് രണ്ട് കറക്റ്റ് ആണല്ലോ. സൂപ്പർ സ്റ്റാർ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? സൂപ്പർ സ്റ്റാർ പേര് എനിക്ക് പുതിയതല്ല. അതെ. ഈ ഷോന്റെ ഈ അമൃത TV തുടക്കം മുതൽ എനിക്ക് ഒരവസരം കിട്ടി. പക്ഷെ ഞാൻ അവിടെ ആയിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാനൊരു കലാകാരനാണ്. ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊരു മ്യൂസിഷ്യൻ ലെവലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനോട് ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഓരോ ബാഡ്ജാണ് എൻ്റെ ജീവിതത്തിൽ. സോ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് ഗോഡ് ഫോർ മേക്കിംഗ് മീ ആൻഡ് ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി ഞാൻ ആരാധിക്കണ ചേച്ചി, പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന എന്നെ. അതെ, ഭയങ്കര എന്നും ഞാൻ രാവിലെ കാല് തൊട്ട് ഇങ്ങനെ ഞങ്ങളിവിടെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് 8 മണിക്ക് ഞാൻ ഡോറ് തുറക്കും, കാലിങ്ങനെ വെച്ചു കൊടുക്കും, പ്രാർത്ഥിക്കും. അതെ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ യാത്ര എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഉണ്ടായത്. പിന്നെ all about the talents. കാരണം ഇവർ നാളെയാണ്, ഇന്നല്ല ശരിക്കും. ഇവർ നാളത്തെ ഫിലിം ഫെയർ അവാർഡ്സും നാഷണൽ അവാർഡ്സും സ്റ്റേറ്റ് അവാർഡ്സുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 18 പേരൊന്നും നമ്മൾ ദിസ് ഫോർ ടുമോറോ. അപ്പോൾ അവരെ നമുക്ക് വി ആർ സോ പ്രൗഡ് ടു ഡെവലപ്പ്. നമ്മൾ അതിന് വിറ്റ്നസ്സാണ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഈ 3 കസേരയിൽ വിറ്റ്നസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളവരെ കരപിടിച്ച് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. വി ആർ ജസ്റ്റ് സപ്പോർട്ടിങ് വാട്ട് ദേ ആർ. ഇപ്പോൾ 9 പേര് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഫൈനലിസ്റ്റുകൾ വരും. അത് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ജൂനിയർ ആവും. ബട്ട് ദ എൻറ്റയർ സൂപ്പർ സ്റ്റാർ ജൂനിയർ ടീം വാസ് അമേസിങ്. ദ ഹോൾ ക്രൂ ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ ലൈറ്റ് ബോയ്, നിങ്ങൾ പിന്നെ ഇവിടുത്തെ പുലികൾ നമ്മളെത്ര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹൈലി പ്രൊഫഷണൽ ആൻഡ് ട്രെയിൻഡ് മ്യൂസിഷ്യൻസ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഇരിക്കുക അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ. സോ അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം അങ്ങനത്തെ ഒരു ടീമിൽ, അങ്ങനത്തെ ഒരു യാത്രയിലൊരു ഭാഗമാവാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച് അമൃത TV ആൻഡ് ദ ഹോൾ ക്രൂ. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി. ഇനി നമുക്ക് ഫിനാലെ തട്ടയിൽ വെച്ച് കാണാം അല്ലേ? ഫിനാലെ തട്ടയിൽ വെച്ച് കാണാം. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഒരു 3 പെർഫോമൻസസ് ബാക്കിയുണ്ട്. അല്ല, അതിനുമുമ്പ് നിങ്ങളടുത്ത് ഞങ്ങൾ ചോദിക്കണു, നിങ്ങളുടെ ജേർണി എങ്ങനെയാണ്? നിങ്ങളുടെ ജേർണി പറയൂ. ഞങ്ങൾ ഓഫ് കോഴ്സ് എൻജോയ് ചെയ്തു. അത് രജിത്തിന്റെ ടീഷർട്ടിൽ ഉണ്ട്. അത് എന്തായിരുന്നു ജേർണി? എന്താ? Awesome. സോ ഞങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ യെസ്, സൂപ്പർ സ്റ്റാർ ജൂനിയർ എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ഗുണങ്ങൾ മാത്രം സംഭാവന ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഹോപ്പ് നമ്മുടെ ഓഡിയൻസ് ഗ്രേറ്റ് സപ്പോർട്ട് തന്നെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. So much of love. അതെ. സോ ഈ സ്നേഹം മുഴുവൻ നമുക്ക് തിരിച്ച് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. അതിന് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ ഈസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഒരു 3 പെർഫോമൻസസും കൂടി പെർഫോം ചെയ്യാൻ ബാക്കിയുണ്ട്. സോ സെമി ഫൈനൽസിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഭാവന. ഭാവനക്കുട്ടി, നമ്മുടെ സെമി ഫൈനൽസും തീരാൻ പോവാണ്. അങ്ങനെ അല്ലേ? ഓൾ പ്രിപ്പയർഡ് ആണോ? അതാണ് ഈ സുന്ദരിക്കുട്ടിയായിട്ട് വന്നിരിക്കണേ. അതെ. അപ്പൊ ഏത് പാട്ടാണ്, ഏത് റൗണ്ടാണ്? ക്ലാസിക് കിഡ്സ് റൗണ്ട്. ഏത് സോങ് ആണ്? വർക്ക് ഓൺ തീ എന്ന മൂവിയിലെ ലതാ മാം പാടിയ നേന ബർസേ. ഓക്കെ. മദൻ മോഹൻ സാറിന്റെ ഒരു മ്യൂസിക്. അതെ, മദൻ മോഹൻ സാറിന്റെ ഒരു വളരെ മെലോഡിയസ് നമ്പർ ആണ്. അപ്പോ റെഡി അല്ലേ? ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു.
वफा की शम्म जलती है, ये बिंदिया का तारा जैसे हो अंगारा, मेहंदी मेरे हाथों की उधार, नैना बरसे रिमझिम रिमझिम, नैना बरसे बरसे बरसे। नजर तुझ बिन मचलती है, मोहब्बत हाथ मलती है, ओ नजर तुझ बिन मचलती है, मोहब्बत हाथ मलती है, चला मेरे परवाने वफा की शम्म जलती है, ओ मेरी हमराही फिरती हूँ घबराई, जहाँ की है आजा मेरी पास, नैना बरसे रिमझिम रिमझिम, नैना बरसे बरसे बरसे। वो दिन मेरी निगाहों में, वो यादें मेरी आहों में, ओ वो दिन मेरी निगाहों में, वो यादें मेरी आहों में, ये दिल अब तक भटकता है तेरी उल्फत की राहों में, सोनी सोनी राह है, सहमी सहमी बाहें, आँखों में है बरसों की प्यास, नैना बरसे रिमझिम रिमझिम, या तोरे आवन किया, नैना बरसे रिमझिम रिमझिम, नैना बरसे बरसे बरसे। അഞ്ജലി, ആ രജത്, ഈ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടതിന്റെ ഉദ്ദേശം എന്താണ് മനസ്സിലായോ? പറന്ന് ആ ഒരു എഫക്റ്റ് വരുത്താനാണ്. അത് എഫക്റ്റിന്റെ പേര് പറയണം. അതിപ്പോ പറയാൻ പറഞ്ഞു എന്നോട് പ്രത്യേകം. ഓഹോ, മനസ്സിലായില്ല? സീക്രട്ട് ആയിട്ട് പറഞ്ഞാൽ മതി, ആരും കേൾക്കണ്ട. ഇല്ല, മോളെന്നെ പറയും. മോളെന്നെ പറയും പറയാൻ. പ്രേതം പ്രേതം. ഓഹോ, അതിന്റെ എഫക്റ്റ് ആയിരുന്നു അത്. ആ എഫക്റ്റ് നമുക്ക് ചോദിക്കാം. ചോദിച്ചറിയാം. കമന്റ്സിലൂടെ എങ്ങനെയുണ്ടായിരുന്നു, പാട്ടിലൂടെ ആ എഫക്റ്റ് വന്നോ ചോദിച്ചോക്കാം. Okay. യെസ്, സുജാത ചേച്ചി. വൈറ്റ് അല്ലേ പ്രേതം ഇടുന്നത്? ആ, അത് എന്തുകൊണ്ട് ശരിയാണല്ലോ. റെഡ് ഇട്ട് തുടങ്ങി? ഇപ്പൊ മോഡേൺ ഇവിടെ പ്രേതം കുറച്ച് white ആട്ടോ. മോഡേൺ പ്രേതം. അത് ശരിയാണല്ലോ. അതിനായിരുന്നു ഇങ്ങനെ നടന്നത്. ആ മനസ്സിലായില്ലേ? ഒട്ടും മനസ്സിലായില്ല. മനസ്സിലായില്ല. ഇനി അതും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും പേടിച്ചു പോയായിരുന്നു. ശ്ശേ, ഞങ്ങൾ പാവം ഷിനു പേടിച്ചിരിക്കുക അവിടെ. കറക്റ്റ് ആയിട്ട് സീനുവിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഷിനു കഷ്ടപ്പെട്ടാണ് വായിച്ചോണ്ടിരുന്നത്. ലാസ്റ്റ് ഒക്കെ കുറച്ച് ട്രെമറൊക്കെ വന്നത്. അപ്പോ ഈ പ്രേതത്തിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മോളെ എന്തൊരു പാട്ടാ പാടിയേ. അയ്യോ, ഏറ്റവും പ്രയാസമുള്ള സ്ഥലം ചരണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഉടനെ നേന ബരസയ്ക്കുള്ള ശ്വാസമാണ്. നേന മിക്കവരും അത് കഴിഞ്ഞിട്ട് നേന കഴിഞ്ഞിട്ട് ബരസ എന്നാണ് പാടുന്നത്. ഞാൻ ഒട്ടുപാട് ആൾക്കാർ അത് പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ മോളത് എല്ലാ സ്ഥലത്തും ഒന്നാമത് തീരണില്ല. 4 ചരണം കഴിഞ്ഞിട്ടും അത് ക്ലീനായിട്ട് ആ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണ ആ ചരണത്തിൻ്റെ എൻ്റെ വാസ് മാജിക്കൽ. ഇങ്ങനെ ഏറ്റവും ശരിക്കും ഒരു ഭാവഗായിക തന്നെയാണ് മോള്.
എക്സ്പ്രഷൻസ് എന്ന് വെച്ചാൽ അയ്യോ കുറച്ച് ഹ്യൂമൻ തെറ്റുകൾ വരും. ആ ഹ്യൂമൻ എറേഴ്സ് ചിലപ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. മോളുടെ പാട്ടിൽ ആ ഹ്യൂമൻ എറേഴ്സിന് ഭംഗിയാണ് മോളുടെ പാട്ടിൻ്റെ രസം. അയ്യോ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. വൺ ഓഫ് യുവർ ബെസ്റ്റ് ഇവിടെ ഈ സ്റ്റേജിൽ. സന്തോഷം ഏറ്റവും അവസാനം ഈ സെമി ഫൈനലിൽ മോള് പാടിയ പാട്ട് ഏറ്റവും ബെസ്റ്റ് പാട്ടെന്ന് ധൈര്യമായിട്ട് മോൾക്ക് പറയാം. താങ്ക് യു. വിജയ് ചേട്ടാ An excellent performance. താങ്ക് യു ചേട്ടൻ. ഒരു പ്രയത്നത്തിനെ പോലെയാണ് നടക്കുന്നതെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെച്ചു ചുമ്മാ ഒരു ഫീലിന് വേണ്ടി ഇങ്ങനെ പോയി നിൽക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പ്രേതമാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് റിവൈൻഡ് ചെയ്തപ്പോൾ മാത്രം ഒന്ന് മിസ്സായി പോയി. വൈറ്റ് ഡ്രസ്സും ആ മുടിയൊന്ന് കുറച്ചുകൂടെ ഒന്ന് അയച്ചിട്ടിരുന്നെങ്കിൽ ബെസ്റ്റ്. ഇതിലും അഴിയൂല. ഇത്രേ ഉള്ളു. ഞാൻ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ മുന്നിലോട്ടൊക്കെ ഇട്ടിട്ട് കാണാം. പാട്ട് തന്നെ 4 ചരണം ഞങ്ങൾ 10 മിനിറ്റ് സമയം ഉണ്ടായിരുന്നല്ലോ അല്ല ഒന്നാമത് അതെ വേണമെങ്കിൽ ആ ഒരു 4 ചരണത്തിന്റെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ ബ്രേക്ക് എടുത്ത് വേണമെങ്കിൽ ഒന്ന് പോയി ഒന്ന് ഡ്രസ് ചെയ്ത് വരാം. പക്ഷെ 4 ചരണം ഐ തിങ്ക് ലാസ്റ്റ് ഒരു ചരണം മാത്രം ഒന്നൊരു ഡിസ്ട്രാക്ട് ആയിപ്പോയി. ഒന്ന് ചെറുതായിട്ടൊന്ന്. പക്ഷെ എന്നാലും ഭയങ്കരമായിരുന്നു. തീർച്ചയായിട്ടും സുജാ ചേച്ചി പറഞ്ഞ പോലെ വൺ ഓഫ് യുവർ ബെസ്റ്റ് സിംഗിങ് പെർഫോമൻസസ്. തീർച്ചയായിട്ടും താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ ഡൈനാമിക്സിന്റെ ഒരു നിറകൂടായിരുന്നു അന്ന്. താങ്ക് യു. അത് ഓൾറെഡി ഭാവനയ്ക്ക് നന്നായിട്ടുണ്ട്. അത് ഇന്ന് ഈ പാട്ടിൽ ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു പാട്ടാണ് പാടിയത്, ചൂസ് ചെയ്തതും. സോ അത് ശരിക്കും സ്കോർ ചെയ്തു കേട്ടോ. എനിക്ക് 1-ാമത്തെ ചരണം 3-ാമത്തെ ചരണം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. 2-ാമത്തെ ലിറിക്സ് മാറിപ്പോയതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു 4-ാമത്തെ പിന്നെ ഒത്തിരി ഷാർപ്പായ മാതിരി എനിക്ക് ഫീൽ ചെയ്തു. അല്ലാത്ത പക്ഷം ഫീലിൽ എത്ര മാർക്ക് തന്നാലും അത് പോരാ. അത്രയും ഒരു സാധാരണ ഒരു ഷോയ്ക്കും ഞാൻ ഇത്രയും പാടുന്ന കേട്ടിട്ടില്ല. ഇത്രയും ഡൈനാമിക്സ് ഞാൻ കേട്ടിട്ടില്ല. സോ ദിസ് ഇസ് ആൻ അൺയൂഷ്വൽ പെർഫോമൻസ് ഓഫ് യുവർ. സൂപ്പർ ചക്കരെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സൂപ്പർ കമന്റ്സ് അല്ലേ ഭാവനക്കുട്ടി? മാർക്സ് അതുപോലെ ആയിരിക്കും അല്ലേ? അതെ നോക്കാം. നോക്കാം. അപ്പോൾ നമുക്ക് പ്രേതത്തിന്റെ മാർക്സ് അറിയാം. ഓക്കെ, സോ വിജയ് ചേട്ടാ Awesome. Thank you ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ 18.5. സുജാത ചേച്ചിയുടെ മാർക്ക് അച്ഛനെ അറിഞ്ഞു തന്നെ പേരിട്ടേക്കണേ, ഭാവ വിജയൻ. ഓക്കെ, അപ്പൊ സുജാത ചേച്ചിയുടെ മാർക്സ് നേരെ ആ ബോക്സിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതെ അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ടോ? എന്നാ ഞാൻ പോയിട്ട് വരാം. അട്ടപ്പാടിയിലുള്ള എൻ്റെ അമ്മമ്മയുടെ വീട് എവിടെയാണ്? അല്ല ശരി, അമ്മയുടെ വീട് എവിടെയാണ്? അപ്പൊ അതെ, അപ്പൊ അമ്മയുടെ അച്ഛനും, അതായത് എൻ്റെ ചാച്ചനും, പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അട്ടപ്പാടിയിലുള്ള എല്ലാവരും എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണും, രാവിലെയും വൈകുന്നേരം ഒക്കെ കാണും. അപ്പൊ അവർ വിളിച്ചു പറയാറൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. അപ്പൊ അവരാണ് നമ്മുടെ റേറ്റിംഗ് കൂടാൻ പ്രധാന കാരണം. അവർക്ക് വലിയ താങ്ക്സ്. അതെ. അപ്പോ എന്താ പറയാ, പിന്നെ എൻ്റെ മാമന്മാർക്കും ചാച്ചന്മാർക്കും ചിറ്റയ്ക്കും, ഈ ചിറ്റയ്ക്കും എല്ലാ ചിറ്റയ്ക്കും. ഈ ചിറ്റ നമ്മുടെ ലെമൺ ആൻഡ് സ്പൂൺ ചിറ്റ. അതെ, നമ്മുടെ ലെമൺ ആൻഡ് സ്പൂൺ വിന്നർ. നമ്മുടെ ഓണത്തിന്റെ ചിറ്റ. അതെ, ലെമൺ ആൻഡ് സ്പൂൺ ചിറ്റ. വീട്ടില് കറിയൊക്കെ അങ്ങനെ എടുക്കാനാ പറഞ്ഞ വെച്ചിട്ട് വേറൊന്നും. അപ്പൊ എല്ലാവർക്കും താങ്ക്സും, പിന്നെ എല്ലാവർക്കും ഒരു ഹായും പറയണം. പിന്നെ രാജേഷ് സാറിനും കൃഷ്ണേന്ദ്ര സാറിനും പിന്നെ ഓർക്കസ്ട്ര എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം, പ്രാർത്ഥന, എല്ലാം സപ്പോർട്ടും ഒക്കെ ഉണ്ടാവട്ടെ. ഉണ്ടാവും. അപ്പൊ എന്തായാലും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. ഫൈനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് അമൽ റോയ്.
അഞ്ജലി ആ ദേ നോക്കിയേ. ഈ കംപ്ലീറ്റ് സെമി ഫൈനൽ എപ്പിസോഡ്സിലും അമലുണ്ടല്ലോ ഓരോരോ കോസ്റ്റ്യൂംസ് costumes-ലാണ്. ഒക്കെ അതിൽ ഒരു പ്രാവശ്യം ആ ഇത് ആരുടെ ചെരുപ്പാ? ആരുടെ ചെരുപ്പാ? അത് ഞാൻ പറഞ്ഞുതരാം. അല്ല. ഞാൻ പറയാം. അല്ലട്ടാ അല്ല ഋതുവിന്റെ ആണോ? അല്ല ഋതുവിന്റെ ആണ്. അല്ല സത്യം പറഞ്ഞ നീ ഇന്ത്യയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മേടിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അല്ല, പക്ഷെ പിന്നെന്താ അവിടെ നോക്കി ചിരിച്ചല്ലോ ഇപ്പൊ തന്നെ. ആ പാന്റ് ആരുടെയാ? കള്ളച്ചിരി. പാന്റ് ആരുടെയാ? പാൻറ് ഡ്രസ്സിന്റെയാണ്. ആ ഉള്ളിലൊക്കെ ഇട്ടിരിക്കുന്ന ആരുടെയാ? ഹാൻഡ് ഡ്രസ്സിന്റെ ആണ്. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ റെഡി? ഓക്കെ. ഓക്കെ അപ്പൊ ഏത് പാട്ടാണ്, ഏത് റൗണ്ടാണ്? മൈ ഫേവറേറ്റ് റൗണ്ടിലെ മൈ ഫേവറേറ്റ് റൗണ്ടാണ്. ഓക്കെ ഫേവറേറ്റ് സോങ് ആ ഫേവറേറ്റ് സോങ്. വിശ്വരൂപം എന്ന് പറഞ്ഞ ഫിലിമിലെ ഉണ്ണി കാണാമൽ എന്ന് പറഞ്ഞ വാവ്. ഓക്കെ നമ്മുടെ കമൽ സാറും ശങ്കർ സാറും ഒരുമിച്ച് പാടിയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ശങ്കരേശ്വരം ലൈവ് മ്യൂസിക് ചെയ്തിട്ടുള്ള ആങ്കർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന റീസെന്റ് പടമാണ് അല്ലേ? അപ്പൊ അതേപോലത്തെ ഒരു കഥക് ഡാൻസ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതൊക്കെ പ്രതീക്ഷിച്ചു. ഓ അതൊക്കെ പ്രതീക്ഷിച്ചോളാം എന്റെ നമ്മളോട്. ദൈവമേ എന്തൊക്കെ കാണേണ്ടി വരും. നമ്മൾ നന്നായി പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് നീ കുറെ നാളെ മിസ് ചെയ്യും നമുക്ക്. അതെ അന്ന് നോക്കട്ടെ. നോക്കി ഒന്ന് തെളിയിക്കണം. ഇന്ന് ഞങ്ങൾ കഥക് സ്റ്റെപ്പ് ആയിട്ട് വരാൻ പോണേ. ആണോ? ഓക്കെ ഓക്കെ വരും. ഓക്കെ റെഡി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഓക്കെ താങ്ക് യു ചേച്ചി. ധാഗ 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 ദിന 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 നഗ 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 തിക്കിട്ട് ധാന 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 തിക്കിട തിക്കിട തക്കിട ധാൻ തക്കിട ധാന തിക്കിട്ട് തക്കിട ധീ 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 ധാന ധാന ഗെന്തളാൻ ധാന ധാന ഗെന്തളാൻ ധാന ധാന ഗെന്തളാൻ അതിനവനീത അഭിനയ രാജ ഗോകുലപാല കോടി പ്രകാശ വിറക നരക സ്ത്രീ രക്ഷകമാല എത്തന മുറിനാനി ഇച്ചാവി ഇത്തവണേനെയാക്കുൾവായ ചൂടിയ വാടല ചൂടിയ വാക്കല വാടിയ ചിന്തയ്ക്ക് ரொம்பத்தா பூதுகியாக பணித்திடுவாய பாவி விரகம் பரகிடுவாய ஆயர் தம்மாயா நீவா ஆயா மாயா ஆயர் தம்மாயா நீவா ஆயா மாயா ஆயர் தம்மாயா நீவா ஆயா மாயா வா உன்னை காணாத நான் இன்று நான் இல்லை விதையில்லாமல் வேறில்லையே உன்னை காணாத நான் இன்று நான் இல்லை விதையில்லாமல் வேறில்லையே கிருஷ்ணா காணாத நான் இன்று நான் இல்லையே விதையில்லாமல் வேறில்லையே நிதம் காண்கின்றவான் கூட நிஜமல்ல இதம் சேர்க்கும் கனா கூட சுகமல்ல நீ இல்லாமல் நான் இல்லையே உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் கமதனி சானித மகமதிகரிச உன்னை காணாமல் பெண் நெஞ்சு தடுமாறுதே விதையில்லாமல் வேறில் நாளின மோக சாமல ரங்கா நடன ಭಾವ ಸುರುದಿಲೇ ಗಂಗಾ ಸರಿ ಬರುತ್ತುಂಗಾದು ವಾಡು ಮನು ದಿನ ಮುನಗಾಗೆ ಎಂಗು ರಾಧಾ ಧಾನುಣ ಕೆನನಾದ ಧಾನುಣ ಕೊರು ರಾಧಾ ಧಾ அவ்வாறு நோக்கினார் எவ்வாறு நாளுமே கண்ணாடி முன் நின்று பார்த்து கொண்டே ஒன்றாக செய்திட ஒரு 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தே எதிர்பாராமலே அவன் எதிர்பாராமலே அவள் ஓ பெண்ணிருந்து வந்த என்னை பம்பரம சுருட்டி விட்டு உலகுன்ற பெருவாயின் எந்த வாயோடு வாய் பகித்தான் இந்த பூலோகமென்ற
பூங்கோதே மறந்தானடி உடலணிந்த ஆடை போல் என்னை அணிந்து கொள்வாய இனி நீ கண்ணா தூங்காத என் கண்ணில் துயிலுறுத்த கண்ணந்தான் இனி நீ எது நேராமலே நான் உன்னை பாராமலே நான் இந்த முழு ஜென்மம் போயிருந்தா என்று அதை எண்ணி வீணேக்கும் ஏங்காமலே உன்னை மூச்சாக்கி வாழ்வேனடா അമൽ വെരി നൈസ്. ഇതൊരു നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. കള്ളകൃഷ്ണനുമായി അതിന്റെ ഇടയില്. അതെ, കള്ളകൃഷ്ണനായി. പിന്നെ എന്താ പറയാ, നല്ല രസമുള്ള യു സാങ് റിയലി വെൽ. നമ്മുടെ ഡാൻസേഴ്സ് നന്നായി സപ്പോർട്ട് ചെയ്തു. ആൻഡ് ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് നല്ലൊരു കൈ കൊടുക്കാം. ബിക്കോസ് ഇത് ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുമ്പല്ല അവരുടെ ഫൈനൽ, ഈ സ്റ്റേജിലുള്ള ഫൈനൽ പെർഫോമൻസ് ആണ്. താങ്ക് യു സോ മച്ച് സജിനേച്ചി ആൻഡ് ടീം ഫോർ സപ്പോർട്ടിങ് അസ്. സോ നമുക്ക് ഇനി പാട്ടിലേക്ക് വരാം. ഓക്കെ, നമുക്ക് പാട്ടിനെ കുറിച്ച് യെസ് വിജയ് ചേട്ടാ. ശങ്കർ മഹാദേവൻ പാടിയ ഒരു മനോഹരമായ ഒരു ഗാനമാണ്. ആക്ച്വലി ഐ തിങ്ക് മ്യൂസിക് ഓൾസോ ശങ്കർ സാൻലോയ്. ആൻഡ് ശങ്കർ സാർ he sang it so beautifully. It's a very nice song for the stage actually. I think നല്ല രസമാണ് സ്റ്റേജിൽ കേൾക്കാനും. ഇന്ന് നീ തുടങ്ങിയപ്പോഴൊക്കെ നല്ല രസമായിരുന്നു അതൊക്കെ. ആ ഡയലോഗ് പറയുന്ന മറ്റേ ആ ഒരു എന്താ പറയാ, ഒരു ജതി പോലെയാണ്. പക്ഷെ എന്നാ അങ്ങനെ അല്ല അതാനും. പക്ഷെ ഇറ്റ്സ് നൈസ്. അതൊക്കെ നല്ലായിരുന്നു. പിന്നെ പാട്ട് തുടങ്ങി. പിന്നെ പാട്ടും നന്നായിരുന്നു. അവിടെ എവിടെയൊക്കെ വിട്ടുപോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ. നിനക്ക് തന്നെ അറിയാം എവിടെയാണെന്നുള്ളത് അല്ലേ? ഇല്ലേ? അറിയില്ലേ? എവിടെയാ? எது நேராமலே അത് ആ ഒരു തിരിച്ചു പോകണം. മോളിൽ പോകുന്നതാണ് അവിടെ കുറച്ചൊരു. സെക്കൻഡ് ടൈം വന്നപ്പോൾ കുറച്ചൊരു ഒന്ന് സ്ലിപ്പായി. പക്ഷേ അതർവൈസ് നല്ല ഫീലായിരുന്നു. എൻ്റെ ഓവറോൾ നല്ല ഫീലായിരുന്നു. ആ ഇടയ്ക്കുള്ള ഇതും ഡയലോഗ് പോലെ വരുന്നതൊക്കെ നല്ല രസമായിരുന്നു. ജസ്റ്റ് പാട്ടിൻ്റെ സൈഡിലുള്ള ചില കാര്യങ്ങളൊക്കെ ഐ തിങ്ക് മെയിൻലി ഈ സംഭവങ്ങളൊക്കെ. എനിവേ, ഗുഡ് അറ്റംപ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി നല്ലോണം പാടി അമൽ. ആ രണ്ട് സംഗതി 2 തവണ വന്നത് ഒഴികെ ബാക്കിയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഒരു കാര്യം, ആ സംഗതിയിലൊരു ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ മെയിനായിട്ട് ഒരു ഏരിയയാണത്. അപ്പം അതും കൂടി ശരിയായിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ മോന്. അമൽ റോയുടെ സ്ട്രോങ് ഏരിയ അല്ല ഇതിനു മുമ്പേ പാടിയ സെമി ക്ലാസിക്കൽ സോങ്ങും ഈ പാട്ടും ഇൻഫാക്ട്. പക്ഷേ രണ്ടും ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് വന്ന് മോൻ ഇവിടെ പാടി. ഒരു വിധമൊക്കെ നല്ലോണം പാടുക തന്നെ ചെയ്തു. കൂളായിട്ട് നിന്നു, പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. മോൻ്റെ വോയിസ് തന്നെയാണ് മോനിപ്പോൾ ആ സംഗതി സപ്പിളായിട്ട് വരാത്തത് വോയിസിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. പക്ഷേ ഫസ്റ്റ് തുടക്കമൊക്കെ ആ ലോ റേഞ്ച് ഒക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. ഞാൻ പറയായിരുന്നു ഐ തിങ്ക് ഇവൻച്വലി എൻ്റെ വോയിസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു അത് തന്നെ റൗണ്ട് ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്.
ഒരു 5-6 വർഷം കഴിഞ്ഞ് നിന്റെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഞാൻ കാത്തിരിക്കും അത് കേൾക്കാൻ. ആ വോയിസ് ഒക്കെ മാറിക്കഴിഞ്ഞ് ബിജുവിനെ പാടി കേൾപ്പിക്കണം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബിജു ചേട്ടനെ വിളിച്ചതാ, ഇതാണ് ഇപ്പം എൻ്റെ വോയിസ് കേൾക്കുക എന്ന്. തീർച്ചയായിട്ടും പറ്റും. ഇല്ലടാ പറ്റൂലേ? പറ്റും. സ്റ്റീഫൻ ചേട്ടാ മകനെ, ചേട്ടാ നീ ആദ്യത്തെ കോർവേ അല്ലെങ്കിൽ ജതി പാടിയതൊക്കെ ഉണ്ടല്ലോ, ആ ഇടയ്ക്ക് വെച്ച് പാടിയ ചീത്ത പറയണ മാതിരിയായിരുന്നു. അത് ഞങ്ങളൊക്കെ നോക്കി ഫുൾ ചീത്ത പറയണ മാതിരിയായിരുന്നു. ആ ഡാൻസേഴ്സ് ഒക്കെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സ്നേഹിച്ചൊക്കെ വന്ന് ഗോപികമാരൊക്കെ പോലെ വന്നപ്പോഴത്തേക്ക് നീ ഇതായിരുന്നു അവർ പേടിച്ച് അങ്ങനെ തന്നെ പോയി അങ്ങോട്ട്. അതെന്തിനാ ചീത്ത പറയണ അവിടെ അങ്ങനെ? അത് പാട്ടിലല്ലേ. പാട്ടിൽ അങ്ങനെയാണോ? പക്ഷെ നീ പറഞ്ഞപ്പോ ചീത്ത പറഞ്ഞ മാതിരി ആയി പോയത്. കുഴപ്പമില്ല, നീ മാക്സിമം നീ ട്രൈ ചെയ്തു നിന്റെ ഭാഗത്തുനിന്ന്. നീ അങ്ങനത്തെ ഒരു പാട്ട് കൊണ്ടുവന്ന് നീ അങ്ങനെ എടുത്ത് അങ്ങനെ ഈ ചില പശുക്കളൊക്കെ ഉണ്ടല്ലോ, വലിച്ചാലും വരൂല, എങ്ങനെയും പിടിച്ച് വലിച്ച് അതുപോലെ നീ കഷ്ടപ്പെടുന്ന തൊണ്ട വെച്ചിട്ട് ആ ചരണത്തിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ ഐ ലൈക്ക് ദ ട്രൈ. പിന്നെ ഈ പറഞ്ഞ മാതിരി നിനക്ക് ചില പാട്ടുകൾ പറ്റും, ചില പാട്ടുകൾ നിനക്ക് ഭീകരമായി നീ ചെയ്യാൻ പറ്റും. ഈ ഇങ്ങനത്തെ പാട്ടുകൾ നിനക്ക് ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീ ക്ലാസിക്കലി ട്രെയിൻഡ് ആവണം. അപ്പോൾ അങ്ങനത്തെ പാട്ട് കുഴപ്പമില്ല, നീ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. നിൻ്റെ ആ ഒരു ധൈര്യത്തിനാണ് ഇതിന് കയ്യടി വേണ്ടത്. ആ ധൈര്യം എപ്പോഴും ഉണ്ടാവട്ടെ. ഞാനൊക്കെ ചെയ്യാറുണ്ട്, അറിയാത്തൊരു സ്റ്റൈൽ എടുത്തിട്ട് മാക്സിമം അതിനെ ഉൾക്കൊള്ളിക്കാൻ നോക്കും നമുക്ക് പറ്റണ കഴിവ് വെച്ചിട്ട്. അപ്പോൾ അത് ഇറ്റ്സ് എ ട്രൈ ആക്ച്വലി, ഇറ്റ്സ് എ ധൈര്യം. ആ ധൈര്യം നീ കാണിച്ചത് നല്ലത്. പക്ഷെ കുറച്ച് കൂടുതൽ ആ രീതിയിൽ നിനക്ക് ഇപ്പോഴത്തെ ഒരു വീക്ക് പോയിൻ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി സൗണ്ട്, നിൻ്റെ ടോൺ ചേഞ്ചിൻ്റെ ഒരു പീരീഡ് തുടങ്ങി. അപ്പോൾ അത് നിനക്കൊരു വീഴാനൊരു ചെറിയൊരു ഇതുണ്ടാവും ആ സമയത്ത്. കാരണം മുന്നേ പാടിയ മാതിരിയല്ല, ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ അതും പിന്നെ നിൻ്റെ ഈ ആഗ്രഹം അത് നിന്നെ രക്ഷപ്പെടുത്തും ശരിക്കും പറയുകയാണെങ്കിൽ. സോ വർക്ക് ഹാർഡ്, ഒബ്വിയസ്ലി യു വിൽ ബിക്കം എ അമേസിങ് സിംഗർ. നേരത്തെ പറഞ്ഞ മാതിരി അതേ ഭയങ്കരമാണ് കേട്ടോ. ഇത് അടുത്ത നല്ല ബേസ് വോയിസിൽ നീ വരും. അപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ ജൂനിയർ അല്ലാത്ത സീനിയർ പരിപാടിക്ക് നീ വന്നിട്ട് തകർക്കും അല്ലേ? തകർക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് നീ യു ഡൺ യുവർ മാക്സിമം, യു ഡൺ എ ഗുഡ് ജസ്റ്റിസ് ഫോർ ദ സോങ് ആൻഡ് താങ്ക് യു. ഈ പാട്ട് എനിക്കും ഭയങ്കര ഫേവറേറ്റ്. ഞാൻ കുറേ 2-3 പ്രാവശ്യം ശങ്കർജിയുടെ കൂടെ സ്റ്റേജിൽ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെയായിരിക്കുന്നത് അതിൻ്റെ ഒരു 2 ഇരട്ടിയ പാട് സ്റ്റേജിൽ. അത്രയും ഒരു ജീനിയസ് ആൻഡ് ഹി ഈസ് വെരി ബ്ലെസ്ഡ് മാൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഓക്കേ, സോ വിജയ് ചേട്ടാ പിടിച്ചോ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ ചേച്ചി എഴുന്നല്ലേ? ഓക്കെ, സുജാത ചേച്ചി. സുജാത ചേച്ചി ചുരുട്ടി കയ്യിൽ വെച്ചിട്ട് എത്ര നേരമായി അറിയാമോ? ഓക്കേ, ചേച്ചി മുമ്പേ തീരുമാനിച്ചുറപ്പിച്ചു. യെസ്. ഓ ഇനി സ്റ്റീഫൻ ചേട്ടാ 15.5 പ്ലസ് സംതിങ് മാർക്സ് കൂടി ഉണ്ട് അല്ലേ? അതെ, നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാ മാർക്സും കൂടി ഒരുമിച്ച് നമ്മൾ എന്താ പറയുക കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് ഫിനാലിക്ക് പോകാൻ പറ്റുന്ന മാർക്സ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കേ, ഓൾ ദി വെരി ബെസ്റ്റ്. സെമി ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് സോണിക. സോണിക കുട്ടി, ലാസ്റ്റ് പെർഫോമൻസ് ആണ്. ഹൗ ഡു യു ഫീൽ? എന്ത് തോന്നുന്നു? ടെൻഷൻ? നോ, ഏയ് ടെൻഷൻ ഒന്നുമില്ല. ഷുവർ അല്ലേ? ടെൻഷനിപ്പിക്കണ്ട അല്ലേ? അങ്ങനെയൊന്നും ഇല്ല. ഓക്കേ, അപ്പോൾ ഏത് റൗണ്ടാണ്, ഏത് പാട്ടാണ്? സ്കൂൾ ചോയ്സ്. സ്കൂൾ ചോയ്സ്. ഓക്കേ, മോളുടെ സ്കൂളിന്റെ പേര്? ചിന്മയ വിദ്യാലയ. ചിന്മയ വിദ്യാലയ. എവിടെ? ആറ്റുകാൽ. ആറ്റുകാൽ. ഓക്കെ, സോ ആറ്റുകാൽ ചിന്മയ വിദ്യാലയയിലെ സോണി കുട്ടിയുടെ പാട്ട് ചോയ്സ് ഏതാണെന്ന് നമുക്കറിയാം. നമുക്ക് നോക്കാം. സോ വീഡിയോ. ഹായ്, ഇതാണ് എൻ്റെ സ്കൂൾ, ചിന്മയ വിദ്യാലയ ആറ്റുകാൽ. നമുക്ക് സ്കൂളൊക്കെ ഒന്ന് ചുറ്റി നോക്കിയിട്ട് വരാം.
എൻ്റെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സും ടീച്ചേഴ്സും എനിക്ക് കൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. എൻ്റെ ക്ലാസ് ടീച്ചർ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ടീച്ചറിനെ പരിചയപ്പെടാം. സ്കൂൾ ചോയ്സിൻ്റെ ഭാഗമായിട്ട് അമൃത TV ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സോണിക ഫൈനലിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം എന്നെക്കുറിച്ച്. സോണിക ഫൈനലിലോട്ട് പോകണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാണും സോണികയുടെ കൂടെ. ടീച്ചേഴ്സിനൊക്കെ വളരെ ഇഷ്ടമുള്ള കുട്ടിയാണ്. ഐ ജസ്റ്റ് സേ ഓൾ ദ ബെസ്റ്റ് ടു ഹർ. അമൃതയിൽ നടക്കുന്ന ഈ കോമ്പറ്റീഷന് സോണികയ്ക്ക് എന്നെ ഫസ്റ്റ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. ഇത്തവണ ഏത് റൗണ്ടാണ്? എനിക്ക് സ്കൂൾ ചോയ്സ് റൗണ്ടാണ് കിട്ടിയത്. നീ ഏത് പാട്ട് പാടാൻ പോകുന്നു? ഏത് പാടാം? നിങ്ങൾ തന്നെ പറ. അത് വേണ്ട, സ്കൂൾ റൗണ്ടിനെ പറ്റിയ പാട്ടുള്ളത്. മാവിൻ ചവിട്ടി പാടിയാലോ? ആ അത് കൊള്ളാം അല്ലേ? നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിക്കാടാ. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമാം മനതാരിൻ കുളിരുന്നിൻ ബാല്യം. ഇതാണ് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ ലക്ഷ്മി മാം. എല്ലാവിധ അനുഗ്രഹങ്ങളും സോണിയയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ടീച്ചേഴ്സ്. എൻ്റെ ടീച്ചേഴ്സാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. Okay, so a very lovely song. വെരി ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് അതിനുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താ? നമ്മുടെ സുജാത ചേച്ചിയുടെ ശ്വേത ചേച്ചി പാടിയതാണ്. അപ്പൊ നമ്മുടെ സെമി ഫൈനലിന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് തരാം. ചെറിയ ബ്രേക്ക് എടുക്കാം. Okay. സോ So സൂപ്പർ സ്റ്റാർ ജൂനിയർ ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ സ്കൂൾ ചോയ്സ് റൗണ്ടിൽ ശ്വേത ചേച്ചി പാടിയ മാവിൻ ചോട്ടിലെ എന്ന പാട്ടുമായി ഞാൻ എത്തുന്നു. Okay, all the best. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ. കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. പകലിനെ സ്നേഹിച്ച് കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറ് നോക്കി കരഞ്ഞു. അവൾ മുഖമൊന്നുയർത്താതെ നിന്നു. പകലിനെ സ്നേഹിച്ച് കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറ് നോക്കി കരഞ്ഞു. അവൾ പാതിമയക്കത്തിൽ നിന്നു. ഒരു കാറ്റുമെയ്തലോടെ അറിയാതെ പാട്ടുമൂളി. ഒരു കാറ്റുമെയ്തലോടെ അറിയാതെ പാട്ടുമൂളി. അതിലലിയാത്ത
മഷിത്തണ്ടിൻ കുളിരുള്ള തളിരൂർമയാണെൻ്റെ ബാല്യം. കളിവാക്കു ചൊല്ലിയ കളിക്കൂട്ടുകാരിയെ കരയിച്ച കാര്യം മറന്നു. അതിൻ സുഖമുള്ള നോവും മറന്നു. നുണ പറഞ്ഞെപ്പോഴോ ഞാറപ്പഴം തിന്ന തൊടിയും നിലാവും മറന്നു. കാവിൻ കിളിയും കിനാവും നനഞ്ഞു. നിറവാർന്ന സന്ധ്യ മാഞ്ഞു, മഴയുള്ള രാത്രി പോയി. നിറവാർന്ന സന്ധ്യ മാഞ്ഞു, മഴയുള്ള രാത്രി പോയി. എന്നും മറയാത്ത മഴയോർമ്മയൻ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരൂർമയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും, അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ. കളിയാടുന്ന പാടത്തെ കതിരോർമ ബാല്യം. സോണിക കുട്ടി ചേച്ചി നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ശ്രീകുട്ടൻ ചേട്ടൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പോസിഷൻസ് ആണ് ഈ സോങ് യെസ്. അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് കിടക്കാം. സോ യെസ്, സുജാത ചേച്ചി. സോണിക ശ്വേത ചേച്ചിയായിട്ട് ഇടയ്ക്കൊരു കണക്ഷനൊക്കെ ഉണ്ടല്ലേ? അവർ തമ്മിൽ വാട്സാപ്പും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓഹോ ഓക്കെ. അതൊന്നും പാടില്ല. എന്തത്? എന്ത്? കാരണം ഞാൻ സോണിക്ക ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്വേത പറഞ്ഞു, അമ്മ നല്ലോണം പാടും ആ കുട്ടി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആഹാ. വേറെ ഏതോ ചാനലിൽ വെച്ച് കണ്ടതാണല്ലേ? ശ്വേത ചേച്ചിയുടെ പാട്ട് സെലക്ട് ചെയ്തതിന് താങ്ക്സ്. ആൻഡ് ഇറ്റ്സ് എ നൈസ് സോങ്. MG ശ്രീകുമാറിൻ്റെ മ്യൂസിക്കിൽ ഒറിജിനൽ ഫ്ലൂട്ട് അതിൽ വായിച്ചേക്കണ നമ്മുടെ അന്നി തന്നെയാണ്. ഭയങ്കര രസമായിട്ട് ഇവർ പ്ലേ ചെയ്തു. ബേസ് ഗിറ്റാർ എടുത്തു, പക്ഷെ പറയാതിരിക്കുകയാണ് ഒരു നിവൃത്തിയില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നല്ലോണം പാടി. താങ്ക് യു മാം. 2 സ്ഥലങ്ങൾ മാത്രം സ്ലിപ്പ് ചെയ്തു. ആ ഒരു ബാല്യം, ഒരു എൻ്റെ ഒരു ചരണം കഴിഞ്ഞ് വരണ പല്ലവിയുടെ ഒരു ബാല്യവും പിന്നെ സെക്കൻഡ് ചരണത്തിൽ ഒരു സ്ഥലവും, ആ 2 മാത്രം ചെറിയ സ്ലിപ്പ്. ബാക്കി കസലായി പാടി. കുറച്ച് തുടക്കം നല്ല ഓപ്പണായിട്ട് തുടങ്ങിയല്ലോ പാട്ട്. അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും ഹസ്കി. മോളുടെ വോയിസിൽ കുറച്ച് ഹസ്ക് ഉണ്ട്, നിവൃത്തിയില്ല. അത് കുഴപ്പമില്ല. അത് മോളുടെ ആഡഡ് ഒരു സ്ട്രോങ് പോയിൻ്റായി തീരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു മാം. കാരണം കുറേ പേർക്ക് അത് കിട്ടില്ല. നാച്ചുറലായിട്ട് അത് കിട്ടും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ കൊണ്ടുവന്നാൽ അത് സ്ട്രെയിൻ വരുത്തി തൊണ്ട നാശമാക്കും. പക്ഷെ മോൾക്ക് നാച്ചുറലായിട്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇനി നാക്കും അങ്ങനെ ആക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ മോൾക്ക് അതില്ലാതെ തന്നെ വെറുതെ പാടിക്കൊടുക്കുമ്പോഴേ അങ്ങനെയുള്ളപ്പോൾ അത് സുഖമായിരിക്കും. എനിവേ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ കോമ്പറ്റീഷൻ ഇപ്പോൾ മോളുടെ ഈ പാട്ട് നല്ലൊരു പാട്ടാണ്. നല്ലോണം പാടി അവസാനിക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ സെമി ഫൈനൽസ്. സോ ഹാപ്പി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. സോണിക, ചേട്ടാ നല്ല സോങ് ആയിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഐ തിങ്ക് ചേച്ചി പറഞ്ഞ പോലെ ഐ തിങ്ക് ആ സോങ്ങിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ നല്ല കുറച്ച് ബ്രൈറ്റായിട്ട് നല്ലതായിട്ട് വന്നു. പിന്നെ ഐ തിങ്ക് കുറച്ച് വോയിസ് എന്താണ് ഇങ്ങനെ ഒന്നും സ്ട്രെയിൻ അല്ല, പക്ഷേ ഐ തിങ്ക് ഈ ഹസ്കിനെസ് പക്ഷേ ഐ തിങ്ക് കുറച്ച് കൂടുതലായിപ്പോയി. കുറച്ച് എൻഡ് ആയപ്പോഴത്തേക്ക് ചില ക്ലാരിറ്റി, അത് കാരണം കുറച്ച് ക്ലാരിറ്റി ഇല്ലാണ്ടായിപ്പോയി ചില സംഗതിയും കാര്യങ്ങളൊക്കെ. ബട്ട് സ്റ്റിൽ വാസ് എ ഗുഡ് പെർഫോമൻസ്. ഓക്കെ, ജസ്റ്റ് അത് നമ്മൾ ആ ഒരു ആസ് മച്ച് ആസ് പോസിബിൾ
നമ്മളെ തുടക്കം സോങ്ങിൻ്റെ തുടക്കം ഇഫ് വി സ്റ്റാർട്ട് എ സർട്ടൺ വേ ആൻഡ് ഇറ്റ്സ് നമുക്കറിയില്ല നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് വേറെ ഒരാൾ പറയുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ എന്നാലും യു വിൽ നോ അറ്റ് എ സർട്ടൺ ടൈം യു വിൽ നോ നമ്മൾ തുടങ്ങുമ്പോൾ ആ സോങ് തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ഒരു ടോണാണോ എന്നുള്ളത് യു വിൽ ഒരു ഫീൽ ഉണ്ടാവും. അത് മാക്സിമം ജസ്റ്റ് ട്രൈ ടു സ്റ്റേ ഇൻ ദാറ്റ് സോൺ. അതിന് ഇറ്റ്സ് ജസ്റ്റ് കൈൻഡ് ഓഫ് എ പാർട്ട് ഓഫ് എ കോൺസെൻട്രേഷൻ, ഒരു ഗോയിങ് അവേ ഫ്രം ഹിയർ. ഇവിടുന്ന് വിട്ടുപോയി ആ സോങ്ങിലേക്ക് അങ്ങോട്ട് ലയിച്ച് പോകുമ്പോഴത്തേക്കും യു വിൽ നോ ദറ്റ് ഇറ്റ്സ് ടേക്കിംഗ് യു ടു എ ഡിഫറെൻറ്റ് ലെവൽ എന്നുള്ളത്. സോ ജസ്റ്റ് എൻജോയ്. ഓക്കെ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സ്റ്റീവൻ ചേട്ടാ. എനിക്കിതിലെ സോണിക പാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീലാണ്. നല്ല ഡൈനാമിക്സോട് കൂടെ പാടി. അത് ദാറ്റ് ഇസ് എ ഗുഡ് ക്വാളിറ്റി. അത് എനിക്ക് എപ്പോഴും ഉണ്ട്. അത് അവിടെ എനിക്ക് പിച്ചിങ് അവിടെ ഇവിടെയൊക്കെ ചെറിയതായിട്ടൊരു മിസ്സിങ് ഫീൽ ചെയ്തു. ചില അവസാനങ്ങളിലും ചില കോർണേഴ്സിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നും. അല്ലാത്ത പക്ഷം കോംപ്രമൈസ് ചെയ്തത് മുഴുവനും ആ ഫീലായിരുന്നു. നല്ല ഫീല്, നല്ല പ്രസൻസ് ഉണ്ടായിരുന്നു സോണിക പാടിയപ്പോൾ. ഒരു ചിരിച്ച് നല്ലൊരു പ്രസന്നത നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദാറ്റ് ഇസ് എ ഗുഡ് ക്വാളിറ്റി. അല്ലാത്ത പക്ഷം യു ഡിഡ് ഫെയർലി ഗുഡ്. ആൻഡ് ശ്വേതയുടെ പാട്ട് പാടി സൂപ്പർ. താങ്ക് യു. അപ്പോൾ സോണിക ലാസ്റ്റ് പാട്ട് കഴിഞ്ഞു അല്ലേ? ഫൈനൽസിലെത്തുമോ പറ? അറിയില്ല. അതെന്താ ഒരു സ്വന്തമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എത്തുമോ? എത്തുമായിരിക്കും. രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ എത്തുന്നു പറയാന്ന് പറഞ്ഞിട്ട് പറയാളെ എത്തുമായിരിക്കും. കുഴപ്പമില്ല. ഗുഡ്. പ്രേ വെൽ. ആൻഡ് പക്ഷേ യു ആർ എ വെരി ടാലന്റഡ് സിംഗർ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഓൾ ദ വെരി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു. അപ്പൊ നമുക്ക് വേഗം മാർക്സിലേക്ക് കടക്കാം. സോണിക കുട്ടിയുടെ ഫൈനൽ പെർഫോമൻസിനുള്ള മാർക്സ് വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സ്റ്റീവൻ ചേട്ടാ. 15 പ്ലസ് സുജാത ചേച്ചി. ചേച്ചി റെഡിയാണ്? ഓക്കെ. സോ അങ്ങനെ ചേച്ചിയുടെ ബോക്സിലേക്കുള്ള നിക്ഷേപങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അതെ, ആ ഫൈനൽ മാർക്സ് അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. അതെ, പോയി കഴിഞ്ഞു. അപ്പൊ എന്തായാലും മോളെ ഫൈനൽസിലേക്ക് എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. പ്രാർത്ഥിക്കൂ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേച്ചി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി ഈ ബോക്സ് അവൻ ഞാൻ പോട്ടെ. ഇല്ല, അതിങ്ങോട്ട് പോകാൻ ആരും സമ്മതിക്കില്ല. നമുക്ക് നമ്മുടെ എനിക്ക് ഡ്രസ്സ് സ്പോൺസർ ചെയ്തത് എൻ്റെ അമ്മൂമ്മയാണ്. അപ്പം അമ്മൂമ്മയ്ക്ക് ഒരു വലിയ താങ്ക്സ്. അമ്മൂമ്മ വാങ്ങിച്ചാൽ അത് സ്പോൺസർഷിപ്പിലൊന്നും കൂട്ടാൻ പറ്റില്ല. അമ്മൂമ്മയുടെ സെലക്ഷൻ ആണോ? അത് ഉഗ്രൻ ഡ്രസ്. പക്ഷേ അത് ശരിക്കും നല്ല രസമുണ്ട്. അത് മാത്രമല്ല, അത് ഒരിക്കലും സ്പോൺസർഷിപ്പ് അല്ല, സ്നേഹത്തിന്റെ സിമ്പിളാണ്. ഓക്കെ. അപ്പൊ എന്തായാലും തീർച്ചയായും അമ്മൂമ്മ പ്രാർത്ഥിക്കൂ. നമുക്ക് മോളെ എന്തായാലും ഫൈനൽസ് എത്തട്ടെ. അപ്പോൾ വീണ്ടും പുതിയ ഡ്രസ്സൊക്കെ അമ്മൂമ്മയ്ക്ക് കൊടുക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അവർക്കൊരു വലിയ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു. ആറ്റുകാൽ ചിന്മയ വിദ്യാലയയിലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഹർ ആൻഡ് കീപ് സപ്പോർട്ടിങ് ഹർ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. രജത്, അങ്ങനെ നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് ഇവിടെ അവസാനിക്കുകയാണ്. സെമി ഫൈനലിൽ മാത്രം പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു യുദ്ധം, പോരാട്ട ഭൂമി അവസാനിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഇവിടെ. എല്ലാവരും അവരുടെ ബെസ്റ്റ് പെർഫോമൻസസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത്. ആൻഡ് ദ തിങ് ഈസ്, നമുക്കൊന്നും ഇപ്പോൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് സുജാത ചേച്ചി അവിടെ ഒരു ചെറിയൊരു പാര നമുക്ക് പണി വെച്ചു. എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി, സോ വാട്ട്സ് നെക്സ്റ്റ്? വി ആർ ഓൾ ആക്ച്വലി ഈഗർലി വെയിറ്റിംഗ്. ആദ്യം തുടങ്ങി സെമി ഫൈനൽസ് തുടങ്ങിയപ്പോൾ വെച്ച് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഫൈനലിസ്റ്റിനെ. പക്ഷെ വരെ ഞങ്ങൾ കുഴഞ്ഞു തുടങ്ങി. അതല്ല, നമുക്ക് ദൈവം സഹായിച്ചിട്ട് നല്ലൊരു റേറ്റിംഗ് ആണ് ഈ ഷോന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഈ മാർക്ക് റിവീൽ ചെയ്തായിരുന്നെങ്കിൽ ഇതൊരു യൂഷ്വൽ ഷോ ആയി മാറും. പക്ഷേ ഇതൊരു അൺയൂഷ്വൽ ഷോ പിന്നെയും മാറുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലാണ്. കാരണം ഇപ്പോഴും നമ്മൾ ഫൈനലിസ്റ്റിനെ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സംതിങ് മോർ ദേ ഹാവ് ടു വെയിറ്റ്. ആക്ച്വലി അത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ്. ബിക്കോസ് ദ എൻറ്റയർ ഓഡിയൻസ്, കണ്ടസ്റ്റൻസ്, നമ്മൾ എല്ലാവരും ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതെ. സോ നമുക്ക് എന്നാ പിന്നെ ആ സേഫ് ലോക്കർ ഒന്ന് പൊട്ടിക്കാൻ സമയമായോ?
ഇതും ഞങ്ങളൊന്ന് ഈ ഒരു ബ്രേക്ക് പെട്ടിയും എടുക്കുകയാണ്. എടുത്തുകൊണ്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ അകത്തേക്ക്. എല്ലാം ഒന്ന് ടാലി ചെയ്തിട്ട് വരട്ടെ. ഓക്കെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ആ ബോക്സിൽ ഇരിക്കുന്ന സംഭവം എന്താ മാർക്സും ബാക്കിയുള്ള വിജയ് ചേട്ടൻ സ്റ്റീഫൻ ചേട്ടന്റെ മാർക്സും എല്ലാം കൂടി ടാലി ചെയ്യാൻ we need some കുറച്ച് time. സമയം അതെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ ആൻഡ് we will come back with With another that, episode. yes, with all of the untold. അതെ, മിസ്റ്ററി എല്ലാം Yes. നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി വരാം. സോ നമുക്ക് കാത്തിരുന്ന് കാണാം who all are going to make it to the grand finale of Superstar Junior. So wait and watch. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.